എസ് ഐ ടിക്കെതിരെ ഗുരുതരമായിട്ടുള്ള വിമർശനവുമായിട്ടാണ് കോടതി വന്നിരിക്കുന്നത്. ശരിക്കും എസ് ഐ ടി നിയമപരമായ ലംഘനങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? എസ് ഐ ടി രൂപീകരിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമലയിലെ സ്വർണ്ണ പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അതിലെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും അതിലെ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. എസ് ഐ ടി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ സർക്കാരിനോട് പോലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരിട്ടൊരു അഭിപ്രായം ചോദിക്കുകയോ അതിൻ്റെ വിവരങ്ങൾ തേടുകയോ ചെയ്യാതെ കോടതിയുടെ ഒന്നുകിൽ കോടതിക്ക് ലഭിച്ചിട്ടുള്ള ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ കോടതിക്ക് മുൻപിൽ വന്നിട്ടുള്ള ഓഫീസർമാരുടെ പാനലിൻ്റെ അകത്ത് നിന്ന് അവർ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഓഫീസർമാർ. അങ്ങനെ ബഹുമാനപ്പെട്ട കോടതി ഓരോ ഓഫീസർമാരെയും തെരഞ്ഞാണ് ഇന്ത്യൻ ഓഫീസർമാർ എന്ന് പറയുന്ന സാഹചര്യമുണ്ടായത്. അന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഒക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി പൂർണ്ണമായും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയോ അതല്ലെങ്കിൽ കുറ്റവാളികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യും എന്ന് വിശ്വസിച്ചവരാണ്. ബഹുമാനപ്പെട്ട കോടതി നിയോഗിച്ച എസ് ഐ ടിക്കെതിരെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയപരമായ ആരോപണവും ആരും ഉയർത്തിയതായി പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടില്ല. മാത്രമല്ല, എസ് ഐ ടിയുടെ തുടക്കത്തിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരവധി ഘട്ടങ്ങളിൽ അതിൽ കൂടുതൽ ആളുകളിലേക്ക്, പ്രതികളിലേക്ക്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം എന്ന് സജഷൻസ് പറയുന്നതല്ലാതെ അതിനെ വിമർശിക്കുകയോ എസ് ഐ ടി ചെയ്യുന്ന മുഴുവൻ തെറ്റാണെന്ന് പറയുകയോ ഒന്നും പൊതുസമൂഹത്തിൽ ഒരു പ്രതിപക്ഷ സംവിധാനങ്ങളോ പാർട്ടികളോ ആളുകളോ ഒന്നും അങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല നമ്മൾ. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ എസ് ഐ ടിയുടെ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പുറത്ത് കേൾക്കുന്ന വാർത്തകൾ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കട്ടളപ്പാളികൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അതുപോലെ അവിടെ നടന്നിട്ടുള്ള കൃത്രിമങ്ങളോ തട്ടിപ്പുകളോ വെട്ടിപ്പുകളോ അതാണല്ലോ പ്രധാനമായിട്ടുമുള്ളത്. അതിൽ മൂല്യശോഷണം വരുത്തുകയോ അല്ലെങ്കിൽ അത് വെച്ച് പണമുണ്ടാക്കുകയോ അതിൽ കളവ് നടത്തുകയോ അതിൽ കൃത്രിമത്വം കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെ ഒന്നൊന്നായി എസ് ഐ ടി ചോദ്യം ചെയ്ത് സാക്ഷികളെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴികളെടുത്ത് കുറ്റവാളികളായിട്ടുള്ളവരെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തോളമായി എസ് ഐ ടി എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത് ഈ പ്രതികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളിലേക്ക് എത്തി അവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നതിന് പകരം ഒരു ഒഴുക്കൻ മട്ടിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിൻ്റെ ഒരു കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് അത് തള്ളിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ കുറ്റവാളികളായി പേര് ചേർക്കപ്പെട്ടവരോ അതല്ലെങ്കിൽ പേര് പരാമർശിക്കുന്നവരോ അന്വേഷണ വിധേയരായിട്ടുള്ളവരോ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് 2 തവണ സിംഗിൾ ബെഞ്ച് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി, സൂചനകൾ നൽകിക്കൊണ്ട് വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം ഗൗരവത്തോടു കൂടി കാണുകയും അതിൽ അറസ്റ്റ് നടക്കുകയും ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. അതിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ആണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പുറത്തു നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ അവരെ വരിഞ്ഞു മുറുക്കാൻ കഴിയുന്ന അവരുടെ കൈകളും കാലുകളും കെട്ടാൻ കഴിയുന്ന അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടൽ കൊണ്ടാണോ നടപടികൾ അത്ര സുതാര്യമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അതിൻ്റെ ആത്യന്തികമായി സംഭവിച്ചത് മുരാരി ബാബു എന്ന് പറയുന്ന ഇതിലെ പ്രധാനപ്പെട്ട കുറ്റവാളിയായി കണക്കാക്കപ്പെടുന്ന ഒരാൾക്ക് ജാമ്യം കിട്ടി പുറത്തു പോകാനുള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ കേസുകൾ ഒന്നിന് പിറകെ ഒന്നായി 1, 2, 3 കേസുകളിലേക്ക് എസ് ഐ ടി കടക്കുകയാണ്, അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലായി കടക്കുകയാണ്. പക്ഷേ അതിൽ പോലും പ്രധാനപ്പെട്ട പ്രതി എന്ന് കണക്കാക്കപ്പെടുന്ന ഒരാൾ ജാമ്യം കിട്ടി പുറത്തു പോകുന്നു. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട പ്രതി പുറത്തു പോകാൻ കാരണം? അതിൽ ഭാഗികമായ കുറ്റപത്രമെങ്കിലും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ കുറ്റപത്രം സമർപ്പിക്കണം എന്ന് ആദ്യഘട്ടത്തിൽ യാതൊരു നിർബന്ധവുമില്ല. കോടതികളുടെ മുൻപിൽ അതിൻ്റെ ഭാഗിക കുറ്റപത്രം നിലവിൽ കിട്ടിയിട്ടുള്ള തെളിവുകളുടെയും മൊഴികളുടെയും സാഹചര്യങ്ങളുടെയും അതുപോലെ തന്നെ ശേഖരിച്ചിട്ടുള്ള ഡോക്യുമെൻസിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ഭാഗിക കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ല. എസ് ഐ ടിയെ സംബന്ധിച്ച് നിലവിൽ അതിനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് കൊടുക്കാൻ കഴിഞ്ഞില്ല, സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഏതൊരു കേസിനെ സംബന്ധിച്ചും
പ്രധാനപ്പെട്ട ഈ തരത്തിലുള്ള കേസുകളെ സംബന്ധിച്ചാണെങ്കിൽ പോലും 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം. അങ്ങനെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ട കേസുകളിൽ ആ ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിയമപരമായി തന്നെ പ്രതികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടാനായിട്ടുള്ള സാഹചര്യമുണ്ടാകും. ഇവിടെ അതാണ് സംഭവിച്ചത്. കുറ്റകൃത്യം നടന്ന പ്രതിയെ അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ അതിലെ രേഖകളോ അതിലെ മൊഴികളോ അതിലെ മറ്റ് നിയമപരമായി പൂർത്തിയാക്കേണ്ട നടപടികളോ ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും കുറ്റപത്രത്തിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രം പ്രതി ജാമ്യം കിട്ടി സ്വാഭാവിക ജാമ്യം നേടി ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അത് സ്വാഭാവികമായും കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന നിയമിച്ചിട്ടുള്ള അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുക മാത്രമല്ല, കൃത്യമായ വിലോപം കാണിച്ചു എന്നുള്ളതാണ്. അതിൽ കൃത്യവിലോപം കാണിക്കുന്നതിൽ ഒരു പരിധി വേണ്ടേ ഏതൊരു കാര്യത്തിലാണെങ്കിലും? ഇതാ പരിധിയെല്ലാം ലംഘിച്ചിരിക്കുന്നു. അപ്പോൾ SITയെ സംബന്ധിച്ച് അവർ എടുക്കേണ്ട കൃത്യമായിട്ടുള്ള അവരുടെ ചുമതല നിർവഹിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ആ പ്രതി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. ആ പ്രതി ഇറങ്ങിപ്പോകുന്നതോടുകൂടി സ്വാഭാവികമായി സംഭവിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള മറ്റ് പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചാലും ഇല്ലെങ്കിലും ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്ന പ്രതിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. പക്ഷേ ഇത് ഹൈക്കോടതി ബെഞ്ചല്ലേ പറയുന്നത്? ഈ SITയെ നിയമിച്ചിരിക്കുന്ന ഈ ദേവസ്വം ബെഞ്ച് അല്ലല്ലോ. അല്ല, ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITയെ നിയമിച്ച് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ജാമ്യ ഹർജി അനുവദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജില്ലാ കോടതിയിൽ നിന്ന് സ്വാഭാവികമായും അത് കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ കോടതിക്ക് വീണ്ടും അതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ സൂത്രധാരൻ എന്ന് കണക്കാക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രതി ഇറങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. അതിൽ നമുക്ക് നിയമപരമായി ഇതിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ഈ ഒരു പ്രധാനപ്പെട്ട പ്രതി ഇറങ്ങിക്കഴിഞ്ഞാൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ ബാക്കിയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും, സാധ്യത കൂടും. അപ്പോൾ ഈ ഒരു പ്രധാന സംശയം നിലനിൽക്കുന്നത് ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കോടതി അതീവ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് കുറച്ച് സുതാര്യമാവണ്ടേ? അല്ല, അത് സുതാര്യമാണല്ലോ. FIRനെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ മറ്റ് നടപടികളെ സംബന്ധിച്ചാണെങ്കിലും അതിന് സുതാര്യക്കുറവൊന്നുമില്ല. അതിലാകെയുള്ളൊരു സാങ്കേതിക പ്രശ്നം കേസ് ഡയറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേസ് ഡയറി അല്ലെങ്കിലും പൊതുസമൂഹത്തിന് ലഭിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല, ഒരു നടപടിക്രമവുമല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പരിധിക്കകത്ത് മാത്രം നിൽക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രിപ്പയർ ചെയ്യുന്ന രേഖകളുടെയും സാക്ഷിമൊഴികളുടെയും ഒക്കെ ഡീറ്റെയിൽസാണ്. അത് പൊതുസമൂഹത്തിലേക്ക് വരില്ല. അത് ജാമ്യഹർജി പരിഗണിക്കുമ്പോഴോ അതല്ലെങ്കിൽ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും ഒരു കേസ് പരിഗണിക്കുമ്പോഴോ അതിൽ കോടതിക്ക് പരിശോധിക്കാമെന്നുള്ളതല്ലാതെ പൊതുസമൂഹത്തിലേക്ക് അത് വരില്ല. അതുകൊണ്ട് അന്വേഷണത്തെ സംബന്ധിക്കുന്ന ആ കാര്യങ്ങളിൽ സുതാര്യതക്കുറവല്ല, ഒരു കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് കോടതി ചൂണ്ടിക്കാണിക്കും സ്വാഭാവികമായും. അതാണിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് SIT ആണ് എന്ന് കോടതി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റായ നടപടിയാണെന്നാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിയമപരമായി പൂർത്തിയാക്കേണ്ട നടപടിയല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും SITയെ സംബന്ധിച്ച് അവർ അത് കൊടുക്കേണ്ടതായിരുന്നു. അതിൻ്റെ പിന്നിലാണ് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് സംശയം ജനിപ്പിക്കുന്ന സാഹചര്യമുള്ളത്. പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുക, കളമൊരുക്കുക എന്നുള്ളതാണ്. അത് ഒരു പ്രതിക്ക്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നതോടുകൂടി, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതോടുകൂടി അതിലെ മറ്റ് പ്രതികൾക്ക്, ആ കേസുകളിൽ പെട്ടിട്ടുള്ള മറ്റ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. അത് കുറ്റപത്രം സമർപ്പിച്ചാലും സമർപ്പിച്ചില്ലെങ്കിലും ഒരുങ്ങും. ഇപ്പോൾ ഇനി ബാക്കിയുള്ള പ്രതികൾ പുറത്തു വരാതിരിക്കാൻ ഇനിയൊരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ പോലും ഇതിലെ പ്രധാനപ്പെട്ട പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട പ്രതിക്ക് ജാമ്യം കിട്ടിയാൽ പിന്നെ കുറ്റപത്രം സമർപ്പിച്ചാലും ഇല്ലെങ്കിലും മറ്റ് പ്രതികൾക്കും അതേ ആനുകൂല്യം ചോദിക്കാനുള്ള സാഹചര്യം ഒരുങ്ങാൻ. അപ്പോൾ SIT മനഃപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാം. സഹായിക്കണം. ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പൊതുസമൂഹത്തിനുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം SIT അറസ്റ്റ് ചെയ്യുന്നു, പ്രതികളിലേക്ക് എത്തുന്നു, രേഖകൾ കണ്ടെത്തുന്നു, റെയ്ഡുകൾ നടക്കുന്നു, ജ്വല്ലറികളിൽ റെയ്ഡ് നടക്കുന്നു, ആ പണം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു, സ്വർണ്ണപ്പാളികൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്വാഭാവിക സമയക്രമമായി മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ. അത് മാത്രവുമല്ല, SIT കോടതിയെ വഞ്ചിക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ ഏതാണ്ട് കോടതിയും ആ അവിശ്വാസം രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിൻ്റെ കാരണം ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നതോടുകൂടി
കോടതിക്ക് അറിയാമല്ലോ ഇതിലെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പൊതുധാരണ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രതിക്ക്, പ്രധാനപ്പെട്ട പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതോടുകൂടി മറ്റുള്ളവർക്കും അതേ പൊസിഷൻ, അത് ആ സാഹചര്യം ചോദിക്കാനും അത് ലഭിക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു കൃത്യവിലോപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അക്ഷന്തവ്യമായ കൃത്യവിലോപമുണ്ട്. അങ്ങനെ കൃത്യവിലോപം സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതികൾക്ക് ഇറങ്ങിപ്പോകാനും വിചാരണ പൂർത്തിയാക്കുന്ന നടപടികൾ തടസ്സപ്പെടാനും അതല്ലെങ്കിൽ അത് താമസിപ്പിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് സംഭവിക്കുന്നതോടുകൂടി ഒന്ന് പ്രധാനപ്പെട്ട പ്രതികൾ പുറത്തു പോകുന്നതോടുകൂടി സംഭവിക്കുന്നത് സാക്ഷികളെ സ്വാധീനിക്കാം, ഇനി വരാൻ പോകുന്ന മൊഴികൾ മാറ്റി പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന മൊഴികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനെ കൃത്രിമത്വത്തോടുകൂടി അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം, തെളിവുകളിൽ കൃത്രിമം ചെലുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാം. ഇത് പൂർണ്ണമായും കണ്ടെത്തിയിട്ടില്ലല്ലോ, പൂർണ്ണമായും ഞങ്ങൾക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കുറ്റപത്രം സമർപ്പിക്കാത്തത്. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ കാരണം പൂർണ്ണമായ അന്വേഷണം പൂർത്തിയാക്കാത്തതാണെങ്കിൽ ഈ പൂർത്തിയാക്കാത്ത ഭാഗത്തെ സ്വാധീനിക്കാൻ പുറത്തു പോകുന്ന പ്രതികൾക്ക് കഴിയും, അവരോടൊപ്പമുള്ള ആളുകൾക്ക് കഴിയും, അവരുടെ സ്വാധീന വലയത്തിൽ നിന്നുകൊണ്ട് കഴിയും. അപ്പോൾ ഈ തരത്തിൽ അത് ചെറിയ ആളുകളല്ലല്ലോ, ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ ആളുകളും അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളോ വൻ സ്രാവുകളല്ല, വമ്പൻ സ്രാവുകളാണ്, തിമിംഗലങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒരു ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പവിത്രമായി കാണുന്ന സ്ഥാനത്തെ പ്രധാനപ്പെട്ട വസ്തുക്കൾ, കോടികളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അത് കട്ടുകൊണ്ടു പോവുകയോ അത് കൃത്രിമത്വം കാണിച്ച് മാറ്റിവെക്കുകയോ ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുവഴി ലാഭമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ആളുകളെ സംബന്ധിച്ച് അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. മേഖലകളില്ലാതെ ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പോൾ അവർക്കുടെ സ്വാധീനം എവിടം വരെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ SITയുടെ പ്രവൃത്തിയോടുകൂടി കുറച്ചുകൂടി ആ സ്വാധീനം തെളിഞ്ഞു വരുന്ന സാഹചര്യത്തിലേക്കാണ്. കളവ് നടത്താൻ എങ്ങനെയാണോ സ്വാധീനം ഉപയോഗിച്ചത് അത് തന്നെയാണ് ജാമ്യം കിട്ടി പുറത്തു വരാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര മുന്നോട്ട് പോയാലും അതിനെ പിന്നോട്ട് വലിക്കുന്ന, കോടതി എത്ര ഇടപെട്ടുകൊണ്ട് ഇത് ശക്തിപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന, പിന്നോട്ട് വലിക്കുന്ന, നിർജീവമാക്കുന്ന, നിഷ്ക്രിയമാക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ലോബി ഉണ്ട് ഇതിൻ്റെ പിന്നിൽ, അതല്ലെങ്കിൽ അധികാര കേന്ദ്രത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നുള്ളതിന് ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അത് സർക്കാരിൽ ഏത് ലെവൽ വരെയുണ്ട്, സർക്കാരിൻ്റെ ഏത് ഘടകമാണ് ഇടപെടുന്നത്, ഏത് മന്ത്രിയാണ് ഇടപെടുന്നത്, ഏത് വകുപ്പാണ് ഇടപെടുന്നത്, അത് മാത്രമേ അറിയാനുള്ളൂ. അതിലുണ്ട് എന്നുള്ള കാര്യത്തിലൊരു തർക്കമില്ല. ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പോലീസിനെ സംബന്ധിച്ച് അറസ്റ്റ് ചെയ്താൽ 30-ാമത്തെയോ 40-ാമത്തെയോ ദിവസം അവർക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ 50-ാമത്തെയോ 60-ാമത്തെ ദിവസം ചാർജ് ഷീറ്റ് കൊടുക്കാം. കേരളത്തിലെ പോലീസ് അതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട കോടതി ഇവരെല്ലാം വിശ്വസിച്ചതെല്ലാം ഏൽപ്പിച്ചത്. അപ്പോൾ അതിൽ കൃത്യവിലോപം കാണിക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഗൂഢാലോചന, കൃത്യമായ അജണ്ട, കൃത്യമായ ആസൂത്രണം, ഇത് മൂന്നുമുണ്ട്. അതിനെ സംബന്ധിച്ച് കോടതി അന്വേഷിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധ അതിലേക്ക് കൂടി പോകേണ്ടതാണ്. ഇതിനെ അട്ടിമറിക്കാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നുകൂടി അന്വേഷിക്കേണ്ടതാണ്. ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ, ഇത് പൂർത്തിയാക്കാൻ തടസ്സം നിൽക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇതിലെ കൃത്യമായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ആരാണ് തടസ്സം നിൽക്കുന്നത്, അതും മനസ്സിലാക്കപ്പെടേണ്ടതാണ്. അതും പൊതുസമൂഹം അറിയേണ്ടതാണ്.